ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ മരിച്ചു ജീവിച്ചു വേണോട്ടാ. അറിഞ്ഞ് സാറൊരു പാപം ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഞാനൊരു പാവവും ചെയ്തായി ഓർക്കുന്നില്ല വേണോട്ടാ. മനസ്സാവാച കർമ്മണ നമ്മള് പാപമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റും. അത് പലതും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. എന്തിനെല്ലാവരും വെയിലുള്ളുന്ന്? നമുക്ക് അകത്തേക്ക് പോ. ഋതു, ഞാനാ മന്ത്രി അംബിക മേഡത്തിന്റെ പുതിയ PA. സാറിന് അനുഗ്രഹം കിട്ടിയില്ല. കാലൊന്നും പിടിക്കില്ല ചെയ്യാ. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ. ഓ, എന്നാലും സാറൊരു ദ്രോണറല്ലേ. എന്നെ ഒരു ഏലകവ്യനായിട്ട് കണ്ടാ മതി. ഏലകവ്യനാ? എടാ ഏകലവ്യൻ. അത് യവന്മാരൊന്നും എന്റെ അളിയന്മാരൊന്നും അല്ല. പേരൊക്കെ കാണാപ്പാട പിടിച്ചു വെക്കാൻ. ഏകലവ്യ. അംബിക മേഡം വന്ന്. ഒലവലാതി ഫാമിലി ഈയൊരു പോലെ പറന്നിറങ്ങിയിട്ടുണ്ടല്ലോ. മൈൻഡ് ചെയ്യണ്ട, മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോരുത്. പ്രതാപ, ചേച്ചി ഓഫീസിലേക്ക് പോവായിരിക്കും അല്ലേ? ആ അതെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പോകാം ചെയ്യാ. ചേച്ചി നിന്ന്. എന്താ പ്രതാപ? ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. ചേച്ചിക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാ, അതുകൊണ്ട് പറയുന്നതാ. PA സ്ഥാനത്ത് ജയൻ നിന്നോട്ടെ, പക്ഷേ കാര്യങ്ങളെല്ലാം രാജു നോക്കിക്കോളും. പ്രതാപ, അത് ചേച്ചി, ഈ ഭരണം എന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു പണിയാ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് വരെ കോൺഫിഡൻസ് തരുന്നതും ചതിയിൽ വീഴാതെ രക്ഷിക്കുന്നതും രാജുവാ. ഞാൻ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. എന്നാലും അത് വേണ്ട പ്രതാപ. തൽക്കാലം ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേക്ക്. രാജു സർ, നീ എതിര് പറയില്ലെന്നറിയാം. നീ ചേച്ചിയോടൊപ്പം ഓഫീസിലേക്ക് പോണം. ശരി സർ. ജയൻ എന്റെ ഓഫീസിലേക്ക് ചെല്ല്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പ്രിയയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ജയൻ ഒന്നും വിചാരിക്കണ്ട. ജയൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ബഹുമിടുക്കനായിട്ട് ചെയ്തോളൂ. അതുകൊണ്ട് പറയുന്നതാ. എന്നാ ചേച്ചി ചെല്ല്.